ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി വൈഷൂസ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ്മി വൈഷൂസ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെയും പറയാമെന്ന് എന്തൊക്കെ പ്രാന്താണല്ലേ. മമ്മി ഇവിടെ കണ്ണാടി നോക്കിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. പക്ഷെ അവിടെ രണ്ട് പേരെന്താണെന്നറിയോ, കാര്യമായിട്ട് TV കാണാണ് മക്കളെ, എൻ്റെ ചെറുത്. പക്ഷെ അവൻ അങ്ങനെ കാണലൊന്നുമില്ല. വല്ലപ്പോഴും അങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. അല്ലൂസ് പിന്നെ ഇത്ര നേരം പഠിച്ചാൽ ഇച്ചിരി നേരം TV കാണാൻ തരുമോ എന്നുള്ള കണ്ടീഷനിലൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ഞാൻ പഠിക്കുമല്ലോ വെച്ചിട്ട് ഇത്തിരി നേരം പഠിക്കും, ഇത്തിരി നേരം TV കാണും, ഇത്തിരി നേരം പഠിക്കും, ഇത്തിരി നേരം TV കാണും. ഇന്ന് ക്ലാസ്സിലല്ലോ, കർക്കിടകവാവല്ലേ, അതുകൊണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കാശിക്കുട്ടി ഞാൻ വിളിച്ചപ്പോൾ വേഗം കൊണ്ട് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആൾ കളിയിലൊക്കെയാണ്. കുറച്ച് നേരമൊക്കെ അങ്ങനെ കിടന്ന് കളിച്ചാൽ പിന്നെ എൻ്റെ മണം കിട്ടിയാൽ അവന് കുടിക്കണം, അല്ലെങ്കിൽ അവനെ എടുക്കണം, അങ്ങനെയൊക്കെയാണ്. ഈ ജനറേഷനിലെ കുട്ടികൾ ഇങ്ങനെയാണ് എന്ന് എല്ലാവരും സ്റ്റാറ്റസും വീഡിയോ ഒക്കെ ഇടുന്ന കാണുമ്പോഴാണ് എനിക്കൊരു സമാധാനം. ഇവിടെ മാത്രമല്ലല്ലോ, അവിടെ ഉണ്ടല്ലോ എന്നിട്ടോ. പിന്നെ ഇടയ്ക്ക് ഇവൻ്റെ ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ അല്ലുട്ടം വന്ന് കളിപ്പിക്കും. പിന്നെ അവൻ്റെ കൈ തട്ടുമ്പോൾ വീഴുമ്പോൾ ആക്ഷൻ കാണിക്കും, എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട് സേട്ടൻ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൻ്റെ നടുക്കത്തെ കഷ്ണം എവിടെ പോയി. കണ്ടില്ലേ, പ്രാരാബ്ദങ്ങൾക്ക് നടുവിൽ അവൾ കിടന്നുറങ്ങുകയാണ്. സുഹൃത്തുക്കളെ, കിടന്നുറങ്ങാൻ അവൾ പഠിക്കുന്നുണ്ട്, കുക്ക് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഭർത്താവിനെ വിളിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം, എന്തൊക്കെയോ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇവിടെ കാർട്ടൂൺ കാര്യമായിട്ട് കാണുന്നുണ്ട്. നമ്മൾ മെല്ലെ താഴേക്ക് പോവട്ടെ, വേറൊന്നുമല്ല, ഇന്ന് കർക്കിടകവാവാണ്. അപ്പോൾ നമുക്ക് നേർച്ച വെച്ച് കൊടുക്കുക എന്നുള്ളൊരു ഇതുണ്ട് ഇവിടെ. അപ്പം എല്ലാ നാട്ടിലും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനത് അങ്ങനെ വീഡിയോ ഇട്ടപ്പം അതെന്താ സംഭവം, നമ്മളെവിടേക്കില്ലല്ലോ എന്നൊക്കെ. അച്ഛവിടെ പൈസ തന്നെ കള്ളൻ. ഞാൻ പിന്നെ പുറത്തുകൂടെ പോയി കണ്ടോ. പുറത്ത് നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ, നല്ല ഭംഗിയുള്ള വൈകുന്നേരത്തെ എന്താ പറയുക ഒരു വെളിച്ചം, നല്ല ഭംഗിയുണ്ടായപ്പോൾ ഞാൻ വെറുതെ എടുത്തതാണ്. അപ്പോഴത്തേക്ക് പാല് വാങ്ങാൻ ആരോ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാല് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. കാശിക്കുട്ടൻ അമ്മയുടെ കയ്യിലാണുള്ളത്. ഇനിയൊന്നും എല്ലാം തൊട്ടിലിട്ടിട്ട് ഞങ്ങളൊന്ന് ഉറക്കി നോക്കട്ടെ, എന്നാലേ ഞങ്ങൾക്ക് ബാക്കി പരിപാടികളൊക്കെ നടക്കുള്ളൂ. അങ്ങനെ ഓൻ നമ്മൾ തൊട്ടിലിട്ട് അമ്മ രണ്ട് ആട്ടി ഓർക്കുന്നുണ്ട്. ഇന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങൂല കേട്ടോ, അത് അങ്ങനെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഓനെ അമ്മ അവിടെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ വന്ന് ചിക്കനൊക്കെ കഴുകാനുള്ള പരിപാടി നോക്കട്ടെ. അച്ഛൻ ഉണ്ട് അപ്പുറത്തുനിന്ന് കുളിച്ചിറങ്ങി വന്നിട്ട്, പിന്നെ അച്ഛനോട് കത്തി അടിക്കുകയാണ്. അങ്ങനെ കത്തി അടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് മല്ലയ്യ. ഇവിടുത്തെ ആസ്ഥാന ചിക്കൻ കഴുകൽക്കാരി എന്നുള്ള പട്ടം എനിക്ക് കിട്ടേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അച്ഛൻ ചിക്കൻ വാങ്ങിക്കൊണ്ടുവരും. എന്നിട്ട് മെല്ലെ നൈസായിട്ട്, ഞങ്ങൾ ആരും ഇല്ലെങ്കിൽ അച്ഛൻ കഴുകി കൊടുക്കും കേട്ടോ. അമ്മയ്ക്ക് ചിക്കൻ കഴുകുന്ന ഇഷ്ടമല്ല, അമ്മ ചിക്കൻ കഴിക്കില്ല, ഒന്നുമില്ല. പക്ഷെ അടിപൊളിയായിട്ട് ചിക്കൻ കറി വെക്കും. അതായത് ടേസ്റ്റ് പോലും നോക്കാതെ അമ്മ ചിക്കൻ കറി വെക്കും കേട്ടോ. എനിക്കിഷ്ടമാണ് അമ്മയുടെ ചിക്കൻ കറിയൊക്കെ. പിന്നെ അത് തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറി, അങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കും. ആ രണ്ട് കറികൾ, ഒന്ന് മുളകിട്ടതും ഒന്ന് തേങ്ങ വറുത്തരച്ചും, രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചിക്കൻ കഴുകുന്നുണ്ട്. ബൈ ദ ബൈ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഞങ്ങളെ നാട്ടിലൊക്കെ ഒരു വിശ്വാസം എന്താ വെച്ചാൽ, നമ്മളെ വിട്ടുപോയവർ, ഇപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ, ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ അച്ഛമ്മ, ഇവരൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അച്ഛമ്മ, അങ്ങനെ നമ്മളെ എന്താ പറയുക, നമ്മുടെ ഫാമിലിയിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെന്താ പറയുക, നമ്മുടെ എനിക്ക് കിട്ടുന്നുമില്ല ദൈവമേ, നമ്മുടെ തലമുറ, യെസ് മുൻ തലമുറയിൽ നമ്മളെ വിട്ടകന്നവരെ നമ്മൾ രാവിലെ ബലിതർപ്പണം ചെയ്യും. അപ്പോൾ ബലി ഇട്ട് വന്നതിന് ശേഷം തലേ ദിവസം ഒരിക്കലെടുക്കും, ബലി ഇടും. അന്നേ ദിവസം രാവിലെ, പിന്നെ വൈകിട്ട് നേർച്ച വെച്ച് കൊടുക്കും. അതായത് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ പാകം ചെയ്തിട്ട് നേർച്ച വെച്ച് കൊടുക്കും. അതെങ്ങനെയാണെന്നുള്ളത് പിന്നെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇതെല്ലാ നാട്ടിലും ഇല്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതോ ഒരു വീഡിയോയിലിട്ട സമയത്ത് അതിൽ കമൻറ്റ് ഉണ്ടായിരുന്നു, ഇതെന്താ സംഭവം, ഞങ്ങൾ ഇവിടേക്കില്ലല്ലോ എന്ന്. ഇന്ന് ഞാൻ അമ്മമ്മേനെ വിളിച്ച് ചോദിച്ചു, അമ്മമ്മ ഞങ്ങൾ പിന്നെ നേർച്ച ചുരുക്കുണ്ടോ. മോളെ എവിടേക്കൊന്നും അങ്ങനെ വെക്കലില്ല, നമ്മൾ പണ്ടൊട്ടേ അങ്ങനെ വെക്കാറില്ല, ശാർദത്തിനൊക്കെ എപ്പോഴേലും വെക്കലുണ്ട് എന്നല്ലാതെ. അപ്പോൾ ചില നാട്ടിലേക്ക് അങ്ങനെ ഉണ്ട്, ചില നാട്ടിലേക്ക് അങ്ങനെ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ബാക്കി പണികളുടെ ഇടയിൽ കൂടെ ഞാൻ പോയി നോക്കുകയാണ് കേട്ടോ. തൊട്ടിൽ ആശാൻ കിടക്കുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ എന്താണെന്നുള്ളത്. തുമ്പിമോൾ ഉറക്കത്തുനിന്ന് എണീറ്റ് വന്നതിന് ശേഷം ഞാൻ ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അച്ഛൻ സംഘത്തിൻ്റെ മീറ്റിങ്ങിന് പോകാൻ കേട്ടോ. എല്ലാ ബുധനാഴ്ചയും അച്ഛന് സംഘത്തിലുണ്ട്. അച്ഛൻ്റെ കുണ്ഠന്മാർ എന്നാണ് അച്ഛൻ പറയാം. അയ്യോ, അച്ഛനെ ശരിയാക്കും. അച്ഛൻ്റെ ഫ്രണ്ട്സ് ഇവരിപ്പോഴും ചുള്ളന്മാരാണ്, ചെക്കന്മാരാണെന്ന് കേട്ടോ. എല്ലാ ആ ടീമിലെ ചെക്കന്മാരും ഉണ്ട് കേട്ടോ. പക്ഷെ അച്ഛൻ ഇങ്ങനെ പ്രായഭേദമന്യേ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് എല്ലാവരുമായിട്ടും. അപ്പോൾ അച്ഛൻ്റെ വിചാരത്തിൽ അച്ഛനും ആ പ്രായത്തിലാണ്. അച്ഛൻ റിട്ടയർ ആയെന്ന് പോലും അച്ഛൻ സമ്മതിക്കുന്നില്ല. പക്ഷേ അച്ഛനൊരു ചുള്ളനാണെന്നുള്ളത് നിങ്ങളെല്ലാവരും ഓൾറെഡി പറയാറില്ല. സന്തൂർ ഡാഡിയാണല്ലോ നമ്മുടെ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും. ദൈവമേ, ഇല്ലേ പിന്നെ അച്ഛനടുത്ത് തയ്യാറല്ലോ. ഇവിടെ ചെറിയച്ഛൻ കാര്യമായിട്ട് TV കാണുമായിരുന്നേ. ഇപ്പം എന്നെ കണ്ടപ്പോൾ നോക്കിയേ. ഇത്രയും നേരം മിണ്ടാതെ വീഡിയോ ഉണ്ടാക്കിയപ്പോ ഭയങ്കര വർത്താനം. നിങ്ങൾ വലിയ വരുവാൻ തന്നെ. സുഖം തന്നെയല്ലേ? അതെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ. ഉവ്വ
എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ. ചെറിയച്ഛനെ കാണുമ്പോൾ ചെറിയച്ഛനെ വെറുതെ ഒന്ന് ചൊറിഞ്ഞില്ലൊരു സമാധാനം ഉണ്ടല്ലോ. ചെറിയച്ഛൻ അങ്ങനെ തന്നെ കേട്ടോ, തിരിച്ചിന്നോടും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാ ഞാൻ പത്തിരി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. എൻ്റെ അച്ഛനുണ്ടല്ലോ നൈസ് പത്തിരിയും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടമാണ്. അത് നാടൻ കോഴിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വൈശാട്ടിനൊന്നും അതിനോട് വലിയ താല്പര്യമില്ല, പക്ഷെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പത്തിരിയും ചിക്കൻ കറിയും തന്നെ ആക്കാൻ വിചാരിച്ചു. അമ്മ ചിക്കൻ കറീൻ്റെ ഒക്കെ സെറ്റ് ആക്കുന്നുണ്ട്, ഞാൻ വേഗം പത്തിരിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അത് നൈസായിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അച്ഛൻ ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ഞണ്ട്, പിന്നെ ഈ പുഴയെന്ന് പിടിക്കുന്ന മീനുണ്ടല്ലോ അത്, പിന്നെ എന്താ കടുക്ക, ചെമ്മീൻ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവില്ലേ, എല്ലാം ഭക്ഷണത്തിനോട് ഇത്രയും ഇഷ്ടമുള്ള ഒരാൾ. എന്നിട്ട് അച്ഛൻ എപ്പോഴും പറയുന്നൊരു ഡയലോഗുണ്ട്, നമ്മൾ കഴിക്കണം, കഴിക്കാണ്ടൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല, എപ്പോഴാണ് മുകളിലേക്ക് പോകാമെന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ മുമ്പ് എപ്പോഴും ആഗ്രഹങ്ങളൊക്കെ അങ്ങ് തീർത്താളണം. അച്ഛൻ പറയുന്നത് സത്യമായതാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അച്ഛൻ്റെ ലൈഫിൽ കഴിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കഴിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കഴിക്കാണ്ടിരിക്കുന്ന, അച്ഛന് ഷുഗർ ഉണ്ടായിരുന്നു, ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കല്ലേ അച്ഛാ, ഇത് കഴിക്കല്ലേ, അല്ല അത് കഴിക്കല്ലേ എന്ന് അമ്മയൊക്കെ പറയുകയാണെങ്കിൽ കൂടി അച്ഛൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കഴിച്ചിട്ടുള്ളതൊക്കെ മതി എന്നുള്ളതാണ് അച്ഛൻ്റെ ഒരു ട്രാക്ക് കേട്ടോ. പക്ഷേ എന്താ പറയുക, അതൊക്കെ ഇങ്ങനെ ഓർത്തു ഞാനിങ്ങനെ അതൊക്കെ അങ്ങനെ പറയുകയും ചെയ്യായിരുന്നു. പിന്നെ അയ്യോ ഞാൻ എന്തൊക്കെയോ ആണ് പറയണത് എനിക്കറിയില്ല. അങ്ങനെ എന്താ പറയുക, അച്ഛനെ കോർത്ത് പിന്നെ ഞങ്ങളെപ്പോഴും നേർച്ച ചുരുക്കും. അതായത് ഞങ്ങളെ വീട്ടിൽ എപ്പോഴും നേർച്ച ചുരുക്കുന്ന സമയത്ത് ഒരു സാധനം ഉണ്ടാവും, എന്താ അറിയോ, ഈ ബിരിയാണി മിക്സ്ചർ എന്നൊക്കെ പറയും ഞങ്ങളിവിടേക്ക്, അല്ലെങ്കിൽ മഞ്ഞ മിക്സ്ചർ ഉണ്ടാവില്ലേ അത്. എൻ്റെ അച്ഛനൊരു സിസ്റ്ററും കൂടെ ഉണ്ട്. അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയ്ക്കും 3 മക്കളാണ്. അച്ഛൻ്റെ ഏട്ടനുണ്ട്, വലിയച്ഛൻ, പിന്നെ അച്ഛൻ, പിന്നെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു. ഈ അനിയത്തിനെ ഞാൻ ഈയ എന്നാണ് വിളിക്കൽ കേട്ടോ, ഈയ. എനിക്ക് വലിയ ഓർമ്മകളൊന്നുമില്ല, എന്നാലും ചെറിയ രീതിക്ക് ഒരു ഓർമ്മയൊക്കെ ഉണ്ട്. കാരണം ഞാൻ ഈയുടെ കൂടെ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തത് ഈ പേരക്കുട്ടികളുടെ കൂട്ടത്തിൽ ഞാനാണ് കേട്ടോ. അപ്പോൾ ഈയ ഞാൻ 1-ലോ അല്ലെങ്കിൽ UKG-ലോ പഠിക്കുന്ന സമയത്താണ് ഈയ മരണപ്പെടുന്നത്. അതിന് ശേഷം എപ്പോഴും ഈയയ്ക്ക് നേർച്ച ചുരുക്കണം, അല്ലെങ്കിൽ കർക്കിടവാവിനൊക്കെ നേർച്ച ചുരുക്കുമ്പോൾ അച്ഛൻ ഈയയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ ഞാൻ ഏട്ടനെ വിളിച്ചു പറഞ്ഞു, ഏട്ടൻ വരുന്ന സമയത്ത് മിക്സ്ചർ വാങ്ങിക്കണം, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കണം എന്നൊക്കെ. അങ്ങനെ ഏട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ മുറിച്ച് സെറ്റാക്കുകയാണ് കേട്ടോ. നമ്മളെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ നടക്കുക എന്ന് പറയില്ലേ. അതായത് ഈ വാവിനൊക്കെ നമ്മൾ നേർച്ച ചുരുക്കുമ്പോഴും ഒക്കെ എൻ്റെ അച്ഛൻ തമാശയ്ക്കാണെങ്കിലും പറയും, എടി എനിക്ക് നേർച്ച ചുരുക്കുമ്പോൾ ഇതൊക്കെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അപ്പുറത്ത് ഇത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വെക്കണേ, കാരണം അച്ഛൻ വലിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഡയലോഗ് അച്ഛൻ ഇങ്ങനെ പറയണേ ഞങ്ങൾ എന്താ പറയുക, നമുക്കിങ്ങനെ പറഞ്ഞ് സത്യമായി പോയി എന്ന് പറയില്ലേ, അങ്ങനെ. അതായത് ഇതിൻ്റെ മുന്നത്തെ ഒരു പ്രാവശ്യം ഈ കർക്കിടവാവിനാണോ എന്തോ ഒരു നേർച്ച ചുരുക്കുന്ന സമയത്ത് അച്ഛനും ഉണ്ടേനി, അതുപോലെ നമ്മളിവിടുത്തെ ചെറിയച്ഛൻ, അച്ഛൻ എല്ലാവരും ഉണ്ടേനു കേട്ടോ. അപ്പോൾ ദിനേശ് അച്ഛൻ ഇങ്ങനെ ഡയലോഗ് അടിച്ച്, അടുത്ത വാവിന് അല്ല അടുത്ത നേർച്ച ചുരുക്കലിനൊക്കെ ഞാനുണ്ടോ എന്തോ, എടാ ഞാൻ ഇല്ലെങ്കിലും ഈ പിന്നെ എനിക്കൊരു ഇത് വെക്കണം കേട്ടോ, മറ്റേ സാധനം വെക്കണം കേട്ടോ, ഇത് വെക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് വൈശാട്ടിനോ ഡയലോഗ് അടിച്ചിട്ടുണ്ടേനി. പക്ഷേ പറഞ്ഞോണം അടുത്ത വർഷം പിന്നെ അതായത് അച്ഛൻ മരണപ്പെടുന്നതിന് തൊട്ട് മുന്നത്തെ ഇതുപോലത്തെ ഒരു വാവിനോ നേർച്ച ചുരുക്കലിനോ എന്തിനാണ് അച്ഛൻ പറഞ്ഞത്, അതിൻ്റെ അടുത്തേന് അച്ഛനില്ലേനു. അപ്പോൾ എനിക്കത് ഭയങ്കര എവിടെയൊന്ന് കൊണ്ടു. കാരണം വെച്ചാൽ അച്ഛൻ പറഞ്ഞത് അതുപോലെ തന്നെ സത്യമായല്ലോ എന്നൊരു ഇതുണ്ടാവില്ലേ, അങ്ങനെ. അപ്പോൾ നമുക്ക് ഈ ഒരു ദിവസം എന്നല്ല കേട്ടോ, എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു മൊമെൻ്റ് വരുമ്പോൾ അച്ഛൻ ഓർക്കാതിരിക്കില്ല. അതിപ്പം ചിലപ്പം വേറെ ഉള്ളവർ ഒരച്ഛൻ്റെ കൂടെ നിൽക്കുമ്പോഴോ, അല്ലെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് അല്ലൂസൊക്കെ ചെറിയ കുട്ടിയാണ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ, അതായത് ഒരു ഒന്നരാടെന്ന് പറഞ്ഞോണം ഇന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വരും അച്ഛൻ. പിന്നെ അച്ഛനും അമ്മയും അപ്പും ഒക്കെ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും, അപ്പോൾ ഞാൻ ഭയങ്കര കാരണം നമ്മളെ കാര്യം എപ്പോഴും അന്വേഷിക്കാനും ഒക്കെ നമ്മളെ വീട്ടിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതല്ലേ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാവും ചില സമയം കേട്ടോ. ചില സമയം എനിക്ക് കരയാൻ കാരണങ്ങളൊന്നും വേണ്ട. ഇപ്പം എനിക്ക് നൈസായിട്ട് പോസ്റ്റ്മോർട്ടം കിട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. പക്ഷേ കുഴപ്പമില്ല, ഞാനതൊക്കെ ഓവർകം ചെയ്യலாம். ഞാൻ ആരാ മോള്. പക്ഷേ ചില സമയം എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ആ സങ്കടമൊക്കെ തീർക്കാരെടുത്തറിയാം, എവിടെയും എൻ്റെ ഏട്ടനെ എവിടെയെന്ന് ചില സമയം എനിക്ക് ഭയങ്കര സങ്കടമാവും. അപ്പം ഞാൻ സങ്കടമൊക്കെ ഇങ്ങനെ പറയും, അത്ര തന്നെ. പിന്നെ നമ്മളെ കാശിക്കുട്ടനെ ഒച്ചയൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ കിടക്കണം, എന്താ പറയുക, ചെറിയമ്മേൻ്റെ കയ്യിൽ, ആരെയും കയ്യിലാണെങ്കിൽ മൂപ്പർക്ക് ഒരു കുഴപ്പമില്ല കണ്ടോ കിടക്കണത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ച് പ്രാവശ്യമെങ്കിലും കരഞ്ഞിട്ടുണ്ടാവും മൂപ്പര്. ഇടയ്ക്കിടയ്ക്ക് പോയി അവനെ ഫീഡ് ചെയ്തിട്ട് ഞാൻ അവിടെ കൊടുക്കും. പിന്നെ ബാക്കി പണികളൊക്കെ ഇങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേഗം നമുക്ക് ഫുഡൊക്കെ ആക്കിയിട്ട് വേണം ഇനി നേർച്ച ചുരുക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ എടുക്കുന്ന വൈശാട്ടനാണ് കേട്ടോ. ഞാൻ അടുക്കളയിലാണുള്ളത്. അച്ഛനും പിന്നെയും അമ്മായിച്ചനും മരുവനും എന്തോ കഥ പറച്ചിലാണ്. ചെക്കൻ നല്ല സുഖമായി കിടക്കേണ്ടവന് ഭയങ്കര ഇഷ്ടമാണ് ഈ പരിപാടി. പക്ഷെ ഞങ്ങൾ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല, കാരണം എടുത്തുകൊണ്ട് നടക്കേണ്ടി വരികയെ. ഞങ്ങളെല്ലാവരും അടുക്കളയിലാണ് കേട്ടോ. ഇവിടെ അച്ഛൻ റൂം ക്ലീൻ ചെയ്യാണ്, എന്നുവെച്ചാൽ നിലമൊക്കെ അടിച്ചാലൊന്ന് തുടക്കുകയൊക്കെ ചെയ്യാണ്. കാരണം അവിടെ നമുക്ക് നേർച്ച ചുരുക്കാനുള്ളതാണ് കേട്ടോ. എനിക്ക് ഇവിടുത്തെ ഒരു ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്നറിയോ, നോ മെയിൽ ഈഗോ.
അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കണ്ടത്. കാരണം വീട്ടിൽ എൻ്റെ സത്യമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ ഇപ്പോൾ മുറ്റടിച്ചാൽ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. ചൂല് കൈകൊണ്ടിടുന്ന ഞാൻ അതിൽ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ എന്താ പറയുക, അടുക്കളയിൽ കയറുന്നത് ഞാൻ കണ്ടിട്ടില്ല. സോ എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്, അച്ഛൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, അച്ഛനത് ഇഷ്ടമല്ല. അപ്പോൾ പക്ഷേ ഇവിടെ ഞാൻ കണ്ടിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ അച്ഛൻ എല്ലാം ചെയ്യും കേട്ടോ. എല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് അത് കാണുന്നത്. ഓ മൈ ഗോഡ്. അപ്പോൾ അത് ഞാൻ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടിയിട്ടുണ്ട്. അയ്യോ അച്ഛൻ ചെയ്യണ്ടെന്നൊക്കെ ഞാൻ പറയായിരുന്നു കേട്ടോ. പിന്നെ കണ്ട് ശീലമായിട്ട് പിന്നെ അച്ഛൻ ചെയ്തോളൂ എന്നായി. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ മക്കളെ ആണെങ്കിൽ അങ്ങനെ തന്നെ വളർത്തു. കാരണം അവർ ചെയ്യാൻ പറ്റാത്ത ജോലികൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ചിലരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് കുട്ടികളുടെ ഓപ്പണായി പറയുകയാണെങ്കിൽ കുട്ടികളുടെ അപ്പി കഴുകി കൊടുക്കില്ല, ആണുങ്ങൾ അപ്പി കഴുകാൻ പാടില്ല, അതൊക്കെ പെണ്ണുങ്ങളുടെ ജോലിയാണ്, അല്ലെങ്കിൽ പെണ്ണുങ്ങളാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, ആണുങ്ങളല്ല. അങ്ങനെ പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് അങ്ങനെയൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. പക്ഷെ അതിൻ്റെ വീട്ടിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെയല്ലായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടാണ്. കാരണം ഇവിടെ എന്താ പറയുക, അച്ഛനൊക്കെ എല്ലാം ചെയ്യുന്നപ്പോൾ വൈശാഖനാണെങ്കിലും കട്ടയാണെങ്കിലൊക്കെ മക്കളെല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പു ചെയ്യാറുണ്ട് കേട്ടോ. കിച്ചൂട്ടൻ്റെ കാര്യങ്ങളൊക്കെ അപ്പു ചെയ്യുന്നത് ഞാൻ എപ്പോഴും കാണാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ടോ. അങ്ങനെ അതിലൊന്നും മടിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 90s കിഡ്സ് ഉണ്ടല്ലോ, അവരൊക്കെ ബെസ്റ്റ് ഡാഡ്സ് ആണെന്ന് അല്ലേ. മമ്മിമാരാണ് കുറച്ച് വിഗിളി പിടിച്ചേറ്റുള്ളത്, അച്ഛന്മാരെല്ലാം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ അച്ഛൻ ഈ പറഞ്ഞ കണക്ക് കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യുക, അടുക്കളയിലെ കാര്യം ചെയ്യുക, അങ്ങനത്തെ വീട്ടു ജോലികൾ ചെയ്യുക, അതൊന്നും ചെയ്യൂലെങ്കിലും വീട്ടിലേക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം അച്ഛൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കി അത് പണ്ട് തൊട്ടേ, ഞാൻ ചെറുപ്പം തൊട്ടിട്ടേ അത് കണ്ട് വളർന്നുകൊണ്ടായിരിക്കാം ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നിയത്. അപ്പോൾ അത് ഇളയമ്മ അവിടെ വിളക്കൊക്കെ വെക്കുന്നുണ്ട്. ഇനി നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ വിളക്കൊക്കെ കത്തിച്ച് വെക്കും. ഏതോ ഒരു ഭാഗത്തേക്ക്, കിഴക്കോട്ടാണോ എങ്ങോട്ടാണാവോ എനിക്കറിയില്ല, എങ്ങോട്ടൊരു സ്ഥലത്തേക്ക് ഇല തിരിച്ചിടും. പിന്നെ ഒരു പായ വിരിക്കും ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കിണ്ടിയിൽ വെള്ളം കൊണ്ടുവെക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അതൊക്കെ വെച്ചിട്ട് നമ്മൾ അവർക്ക് നേർച്ച വെച്ച് കൊടുക്കുകയാണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഓരോ വിശ്വാസങ്ങളല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറുപ്പം നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്, വാതിലിൽ കൊണ്ട് ഒളിഞ്ഞു നോക്കിയല്ലോ അവർ വരുന്നുണ്ടോ ഇരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഓടിച്ചെന്ന് വാതിൽ തുറക്കുമ്പോഴത്തേക്കും, അതായത് ഞാൻ കാണിച്ചില്ല അതിൽ എന്താണെന്നുള്ളത്, വാതിൽ തുറക്കുമ്പോഴത്തേക്കും ഓടിപ്പോയി നോക്കും അവർ കഴിച്ചിട്ടുണ്ടോ, എവിടെ നിന്നെങ്കിലും ഒരു ഇച്ചിരി സാധനമെങ്കിലും അനങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണെങ്കിൽ കൂടി നമുക്കും ഒരു സന്തോഷമാണ്. നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇനി എന്തായാലും അവർക്ക് വിളമ്പി കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം ഇതൊരു വിശ്വാസമാണെങ്കിൽ കൂടിയും ഇതിലൂടെ അങ്ങനെ ചെയ്യാമല്ലോ എന്നൊരു ചിന്ത. അങ്ങനെ എന്തായാലും ഇത് അവിടെ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. വൈശാഖനാണ് ഇവിടുത്തെ വീഡിയോഗ്രാഫർ കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഞാൻ അപ്പുറത്ത് ഓരോന്ന് എടുത്ത് വെക്കുകയാണ്. എല്ലാം ആക്കിയതൊക്കെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങളിങ്ങനെ നേർച്ച വെച്ച് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ, നിങ്ങൾ കഴിഞ്ഞ ദിവസം അങ്ങനെ ചെയ്തിരുന്നോ, എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഐറ്റംസ്. പേരക്ക ഉണ്ടായിരുന്നു, മാങ്ങ, ആപ്പിള്, മുന്തിരി, പിന്നെ നേരത്തെ പറഞ്ഞ മഞ്ഞ മിക്സ്ചർ, പിന്നെ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നേ, പിന്നെ കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്, നൈസ് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പക്കവട ഉണ്ടായിരുന്നു, പഴം, അങ്ങനെ കുറച്ച് ഐറ്റംസ്, പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇലയൊക്കെ വെച്ചു. കിണ്ടിയിൽ വെള്ളം വെച്ചാൽ ശരിക്കും ഗ്ലാസ്സിൽ വെള്ളം വെക്കേണ്ടതെന്നാണ് പറയുക, എന്നാലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലാസ്സിൽ വെള്ളമൊക്കെ വെച്ചു. ഇനി ഇതിലേക്കുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ വിളമ്പണം കേട്ടോ. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ അവർക്ക് വിളമ്പുക എന്നൊരു വിശ്വാസമാണ്. അപ്പോൾ അച്ഛൻ എന്താ ആദ്യം തന്നെ വന്ന് കപ്പയൊക്കെ വിളമ്പിയിട്ടുണ്ട്. അല്ലൂട്ടൻ അപ്പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവന് വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓൻ്റെ വിശ്വാസമാണ് ഓൻ വിളമ്പി കൊടുക്കുന്ന ഓൻ്റെ അമ്മച്ചൻ കഴിക്കും, അമ്മച്ചന് വേണ്ടിയിട്ടാണ് ഓൻ വിളമ്പുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തതുമാണ് കേട്ടോ. അതായത് ഇതെന്താ സംഭവം എന്ന് വയ്ക്കുമ്പോൾ നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നേരത്തെ ഇതെടുത്ത് കഴിക്കാനോ ഒന്നും പാടില്ല. നേർച്ച വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അവന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ നേർച്ച വെച്ച് കൊടുക്കുന്നതാണ്. ഇത് അമ്മച്ചൻ വന്ന് കഴിക്കും, സോ അമ്മച്ചന് വേണ്ടിയിട്ട് എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവനിത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആൻഡ് ക്യൂരിയോസിറ്റി ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവൻ എപ്പോഴാണ് വിളമ്പി കൊടുക്കാൻ പറ്റുകയെന്ന് വെച്ചിട്ട്. അങ്ങനെ പത്തിരി അവനാണ് വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത്തരം സാധനങ്ങൾ അവനെ ഏൽപ്പിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ട് അച്ഛനാണ് വിളമ്പിയിട്ടുണ്ടായിരുന്നത്. അല്ലൂട്ടൻ അടുത്തത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരിക്കും കേട്ടോ. അടുത്തൊക്കെ എടുത്തു അവിടെ സെറ്റായി സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. തുമ്പിമോൾ കാര്യമായിട്ടുള്ള വേറെന്തോ പരിപാടിയിലാണ് അപ്പുറത്ത്, പോയി നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. അല്ലൂട്ടന് ഇവരുണ്ടല്ലോ, ഇവരൊരു സ്പെഷ്യൽ സാധനം വെക്കുന്നുണ്ട്, അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. വരുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ വെക്കുകയാണേ. തുമ്പിമോളും അപ്പുറത്തോട് ഓടി വരുന്നുണ്ട്. ഇത് പക്കവടയാണ്, ചിക്കൻ അല്ല കേട്ടോ. നമ്മളൊരു വിശ്വാസത്തിന് പുറത്ത് ഒരിലയിൽ നോൺ വെജ് ഐറ്റംസ് ഒന്നും വിളമ്പില്ല. വരുന്ന കൂട്ടത്ത് വെജ് ഉണ്ടെങ്കിലോ അങ്ങനെയും പറയാം. ഞങ്ങൾ ഇവിടെ അമ്മേനെ കളിയാക്കാൻ, അമ്മേനെ കുടുംബക്കാരായിരിക്കുന്നാല്, കാരണം അമ്മ ഫുള്ള് വെജാണല്ലോ, ഇത് അമ്മേനെ കുടുംബത്തിലുള്ള ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഓർക്ക് കഴിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം, കോലുമിഠായി വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അല്ലൂട്ടൻ ചെറുതാവുന്ന സമയത്ത് അച്ഛൻ കോലുമിഠായി വാങ്ങിക്കൊണ്ടുവരും. 2 കോലുമിഠായി വാങ്ങിക്കൊണ്ടുവരും, ഒന്ന് അല്ലൂനും ഒന്ന് അച്ഛനും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ കഴിക്കും, 2 ഇവന് കൊടുക്കും. അതിലൊന്ന് ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അച്ഛന് തന്നെ തിരിച്ചു കൊടുക്കും.
അതൊരു പ്രത്യേക കോംബോ ആയിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ സങ്കടമാണ്. കാരണം വെച്ചാൽ തുമ്പിക്കും കാശിക്കും അല്ലെ കിച്ചുട്ടനും ഒന്നും അത് അനുഭവിക്കാൻ യോഗം ഉണ്ടായില്ല. അതുണ്ടായത് അല്ലുട്ടനാണ്. അല്ലുട്ടൻ അത് മാക്സിമം അവൻ ആ ഒരു ലൈഫ് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സമയം ഓനും എൻ്റെ അമ്മച്ചനും എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കോംബോ ആയിരുന്നു. അച്ഛന് ആക്സിഡൻ്റ് ആവുന്നതിൻ്റെ തലേ ദിവസം വരെ അച്ഛനിങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ചങ്കാണ് ഇവ, എൻ്റെ ജീവനാണ്, എൻ്റെ ശ്വാസമാണ്. എന്തിനാണ് അതങ്ങനെ പറഞ്ഞത് പോലും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു നെഞ്ചെടുപ്പാണ്. എന്തോ വല്ലാത്തൊരു നഷ്ടമായി പോയില്ലേ. നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു അസുഖവും ഇല്ലാതെ ഒരു പനി പിടിച്ചിട്ട് പോലും കിടക്കാത്തൊരു മനുഷ്യൻ ഇങ്ങനെ പറ്റുമ്പോൾ നമുക്ക് ഉണ്ടാവില്ലേ. അത് പറയണ്ട അല്ലേ. ഓക്കെ, അപ്പോൾ തുമ്പിമോൾ ഇവിടെ തെറ്റി നിൽക്കുന്നുണ്ട്. ആ മുട്ടായി അമ്മച്ചനോട് തിക്കുക എന്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഓടിയിരിക്കുന്നത്. അപ്പോൾ അല്ലൂസ് പോയി ഉപദേശിക്കും, അതെന്താടി അമ്മച്ചൻ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തരില്ലേ എന്നൊക്കെ പറയും. ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് തന്നെ എടുക്കാടി എന്നൊക്കെ പറയും കേട്ടോ. ഓൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് കാശിനെ വന്ന് നോക്കുകയാണ്. കാശി കാര്യമായിട്ട് ഇതാ ചെറിയമ്മേൻ്റെ അടുത്ത് കിടന്ന് നല്ല ഉറക്കാണ് കേട്ടോ. കണ്ടോ എന്തൊരു പാവം. ഇത് പാടെ തൊട്ടില്ല നിലത്തിട്ടാണെങ്കിൽ കയറി വിളിച്ചിട്ടുണ്ടാവും, ഞാൻ എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഉറങ്ങുന്ന കാണുമ്പോൾ ഉള്ളിൽ നോക്കാൻ വല്ലാത്തൊരു ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ അത് തുമ്പി പോകണതെന്ന് സംഭവം അറിയാം. അതിന് നമ്മളെല്ലാം അവിടെ വെച്ചു, നമ്മൾ പ്രാർത്ഥിച്ച് വാതിലടയ്ക്കും. ഇനി അവർ വന്ന് കഴിക്കുമെന്നാണ് ഒരു വിശ്വാസം. അതെന്താ താക്കോലിട്ട് പൂട്ടുന്നത് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ഇവിടുത്തെ 2 ചെറിയ സാധനങ്ങൾ ഞങ്ങൾക്ക് തീരെ വിശ്വാസമല്ല. എങ്ങനെയാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സമാധാനമായിട്ട് ഫുഡ് കഴിക്കട്ടെ എന്നാണ് അല്ലൂസ് പറയുന്നത് കേട്ടോ. ഒരാടുന്ന് കഴിക്കട്ടെ, എന്തിനാച്ചാൽ താക്കോലിട്ട് പൂട്ടുന്നത്, ഒരാടുന്ന് സമാധാനമായി കഴിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യണം ഒരു കഴിക്കാൻ വേണ്ടി. കഴിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വാതിൽ മുട്ടിയിട്ട് വാതിൽ തുറക്കാൻ. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ എടുത്തെടുത്ത് പറയുന്നത് ഇതൊരു ക്ലീശയായിട്ട് നിങ്ങൾക്ക് തോന്നരുത്. ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളല്ലേ. അപ്പം അല്ലൂട്ടൻ വേഗം പോയി മുട്ടുകയാണ് കേട്ടോ. അമ്മച്ചൻ പോയിട്ട് വേണം ഇനിയിപ്പോൾ കോലുമുട്ടായി എടുക്കാനേ. അപ്പോൾ വേഗം പോയി മുട്ടുകയാണ്. അച്ഛനും പോയി മുട്ടി. അച്ഛൻ ചിരിക്കണമെന്ന് വെച്ചാൽ ഇവർക്ക് എന്താ ഇത്ര ഇൻട്രസ്റ്റ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയെ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ആലോചിക്കണ്ടെങ്കിൽ തുറന്നാലോ, എന്നാൽ പോയവരൊക്കെ ഒന്ന് കാണാലോ എന്നൊക്കെയുള്ള മട്ടിൽ അങ്ങനെ ഇതാ എല്ലാവരും പ്രാർത്ഥിച്ച് വാതിലൊക്കെ തുറക്കുന്നുണ്ട്. അച്ഛൻ ഉണ്ടല്ലോ നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ കഴിയുന്നതും ചുമരി പിടിച്ചിട്ടാണ് നടക്കുക. അച്ഛൻ തന്നെ പേടിയാണ്. അച്ഛൻ ഭയങ്കര പേടിയാണ്. അതേ സ്വഭാവമാണ് തുമ്പി മോക്ക് കേട്ടോ. മേല് വേദന ഒന്നും ഒരു പരിപാടിക്ക് തുമ്പി നിൽക്കില്ല, പേടിയാണ് നോക്ക്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നറിയോ, ഇതിൽ പിന്നെ ഇതൊക്കെ എടുക്കും. അതായത് ഇലയൊക്കെ ഒന്നാം സ്ഥാനത്ത് നിന്ന് ജസ്റ്റ് നീക്കിയിടും. ടൈന്ന് എല്ലാത്തുനിന്നും കുറച്ച് നുള്ളി പുറത്തിടും. അതായത് ഭക്ഷണത്തിൽ നിന്നെല്ലാം ഒരു ഇച്ചിരി എടുത്തിട്ട് പുറത്തിടും. അത് കഴിഞ്ഞാൽ നമ്മൾ ആ ഇല, അതായത് 3 ഇലയാണല്ലോ ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്, അതൊരു പ്രസാദം പോലെ നമ്മൾ വാങ്ങിക്കും. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കഴിക്കും. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണം നമ്മളെല്ലാവരും കൂടെ കഴിക്കുന്നു. ഇതാണ് ആക്ച്വലി ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കേട്ടോ. കാശിക്കുട്ടൻ അപ്പത്തേക്ക് എണീറ്റ് കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നപ്പോൾ അമ്മ എടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തൊട്ട് നിറവിലൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് എടുക്കുക. ഇന്ന സമയമാകുമ്പോഴേക്കും ഞാൻ വിശന്ന് കടലിൽ കരിഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ഇലക്കെ എടുത്തിട്ട് വേണം എനിക്ക് വേഗം പോയി കഴിക്കാൻ എന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. അതിലുപരി അല്ലും തുമ്പി അവർക്ക് വേഗം മിഠായി കിട്ടിയപ്പോൾ ഓരോ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇനി ഇതൊക്കെ എടുത്തിട്ട് നമ്മളും പോയി കഴിക്കട്ടെ കേട്ടോ. അല്ലും തുമ്പി ഇതാ ഓടി വരുന്നുണ്ടായിരുന്നു. അമ്മേ മുട്ടായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ് മിഠായി നിങ്ങൾ ആദ്യം ഓർക്ക് എടുത്തു കൊടുത്തോളൂ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇലയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അച്ഛൻ വേഗം മിഠായി 2 എടുത്തു കൊടുത്തപ്പോൾ ഓരോ പ്രശ്നം കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ. 3 മുട്ടായി ഉണ്ട്. ഇനി പൈനൊക്കെ അടി ഉണ്ടാവുക ആര് കൂടുതൽ എടുക്കും എന്നുള്ളതിന്. അപ്പോൾ ഒന്ന് ഞാനങ്ങ് വാങ്ങിച്ച് പ്രശ്നം തീർക്കാൻ അതേ വഴിയുള്ളൂ. അങ്ങനെ വെജ് ഇല ഉണ്ടല്ലോ, ആ പ്രസാദം അമ്മയ്ക്ക് തന്നെ കൊടുത്തുട്ടോ, നീ തന്നെ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാവരും പാടെ പിന്നെ മേശയിലിരുന്നിട്ട് എല്ലാവരും പാടെ ഇന്ന് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയാം. നമ്മളൊരു വൈകുന്നേരം തൊട്ടിട്ട് തുടങ്ങിയതാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ കട്ടയും കല്യാണി ഒന്നും ഇതിലില്ലാത്തത് കല്യാണീൻ്റെ വീട്ടിൽ പോയതാണ് കേട്ടോ. അവൾക്ക് പനിയായിട്ട്, മോക്കും പനിയായിരുന്നു. അപ്പോൾ കുഞ്ഞിനൊന്നും കിട്ടണ്ടെന്ന് പറഞ്ഞിട്ട് അവളും കട്ടയും മോളും കൂടെ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് അവരില്ലാത്തത്. ഓക്കെ, ബൈ ഇങ്ങനെയൊക്കെ ഒരു വിശ്വാസങ്ങളുണ്ടോ ആൻഡ് ഇത് എല്ലാ റിലീജിയനിലും ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞൂടാ. എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്. ചിലപ്പോൾ ഇതിൽ തെറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ആം ദ സോറി അളിയ. അറിയാവുന്നത് വെച്ചല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. പണ്ടൊക്കെ എനിക്ക് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണത്തിന് പോയില്ലേ, കൂട്ടൊരു ഒരു ഫീലിങ്സ് ആയിരുന്നു. ലൈക്ക് രാത്രിക്കാകുമ്പോൾ നല്ല ഭക്ഷണം കിട്ടും. ഓക്കെ, അപ്പോൾ വാവിന് ബലി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അല്ല മീൻസ് ഭാവൻ ബലിയിലല്ലോ, നേർച്ച ചുരുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക്. നന്നായി ഭക്ഷണം കഴിക്കാമല്ലോ എന്ന്. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ എനിക്കതൊരു ഫീലിങ്സാണ്. അതായത് എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു ഫുഡി ആയിരുന്നു. അപ്പം അച്ഛന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു മൈൻഡ് സെറ്റായി. സോ നമ്മൾ ഓരോ ടൈമിൽ ഓരോ രീതിയിലേക്ക് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ വിശ്വാസങ്ങളെയും കാണുക എന്നുള്ളത് ഞാൻ പഠിച്ചു. പണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്നിങ്ങനെയാണ്.
ഓക്കെ, അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വയ്യ മക്കളെ, ക്ഷീണിച്ചു പോയി. വയററിഞ്ഞ് തിന്നണം എന്നൊക്കെ പറയുന്നില്ലേ, ഇതാണ്. അപ്പോൾ നമ്മളെ കാശിക്കുട്ടനാണെങ്കിൽ ഇപ്പം നമ്മളെ മുഖത്തൊക്കെ നോക്കി ചിരിച്ചു തുടങ്ങി, കളിച്ചു തുടങ്ങി. അപ്പോഴത്തേക്ക് അമ്മയൊക്കെ അങ്ങോട്ട് പോയിട്ടോ. പക്ഷേ എന്നാലും എന്താ പറയുക, ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഓർക്ക് ഭയങ്കര മിസ്സിങ് ആണ്. ഓരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുറേ പേര് കമൻസിൽ ചോദിച്ചു അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന്. അവരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും ഓക്കെയാണ്. അപ്പോൾ നമ്മളെ കാശിക്കുട്ടനെ വൈശാട്ടൻ കളിപ്പിക്കുമ്പോൾ എന്താ കുറച്ച് നേരമൊക്കെ ഏട്ടൻ്റെ മുഖത്തേക്ക് ചിരിക്കുകയും കളിക്കുകയും നമ്മളെ വിളിക്കുന്നിടത്തേക്ക് നോക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ആൻഡ് നമ്മളൊരു ഓണം ഗിവ് അവേയും കൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. ആൻഡ് നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുത്തോളൂ കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ ഗിവ് അവേൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം മക്കളെ. പിന്നെന്താ പറയാനുള്ളത്, ഇതൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ തുമ്പിമോള് പറഞ്ഞോ അല്ലേ തുമ്പി, അല്ലേ? ഉറക്കെ പറയ്. ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കാശിക്കുട്ടൻ അച്ഛനെ നോക്കി നിൽക്കുന്നു. നിങ്ങളിതാ ഞാൻ പറയുന്നത് കേട്ടിരിക്കുന്നു. പോയി കിടന്നുറങ്ങും മക്കളെ. ബൈ.